ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നാം പരദേശികൾ. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുന്നത്, നാം സ്വർഗരാജ്യത്തിൻ്റെ മക്കൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗങ്ങൾ ഈ ലോകത്ത് വസിക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ വകയല്ല. അവരെ ഈ ലോകത്തിൽ നിന്നും യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ തങ്ങളായിരിക്കുന്ന കാലത്തോളം ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കേണ്ടതുമാണ്. നാം ഏത് രാജ്യത്ത് വസിച്ചാലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ നാം കടംപ്പെട്ടവരാണ്. ആ രാജ്യത്തോടുള്ള കൂറ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നാം ഒരു രാജ്യത്ത് വസിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തോട് കൂറുള്ളവരായിരിക്കുക എന്നാൽ ഒരിക്കലും ആശ്വാസ്യമായ കാര്യമല്ല. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പം നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ തന്നെ സ്വർഗലോകത്തിൻ്റെ പൗരന്മാരാകുന്നു എന്ന വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുന്നത്, ലൗകികമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നാൽ ഒരു ക്രിസ്ത്യാനിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലയല്ല. ഈ രാജ്യത്തിലെ പൗരന്മാരാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ അന്തിമമായ ലക്ഷ്യവുമല്ല. പഴയ നിയമ വിശ്വാസികളും അപ്പോസ്തലന്മാരും ഈ ലോകത്തെപ്പറ്റി കണ്ട കാഴ്ചപ്പാട് നമുക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തിയാൽ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരെ ജീവിക്കുവാൻ സാധിക്കുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവർക്കല്ല, തങ്ങളെ തന്നെ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി കരുതുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്. ക്രിസ്ത്യ വിശ്വാസികൾ ലോകത്തിൻ്റെ വകയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു, പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും എന്നുള്ള വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നാം സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. നമ്മുടെ ജീവിതം, അതെ, സ്വതന്ത്രം, എല്ലായ്പ്പോഴും ആ വീക്ഷണത്തിൽ, ആ ചിന്താഗതിയിൽ, ആ സമർപ്പണത്തിൽ നമുക്കായിരിക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, നാം പരദേശികളാണ്. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.